സത്യം പറയാലോ നിന്റെ പേടി കാരണം ഒരാളുടെ ജീവൻ പോയി. ചോക്കിൽ നിന്ന് എനിക്കുമ്പോ നാരങ്ങളും കലക്കി തന്നു. അതിൽ നാരങ്ങന്റെ അല്ലി ഉണ്ടായിരുന്നു, അതിൽ കടിച്ചപ്പോ കൊടുക്കത്തെ ഇടയ്ക്ക് വീട്ടിനകത്തൊരു കുരങ്ങൻ കയറി. എന്റെ ഉമ്മയും അപ്പ ഇല്ലാത്തോണ്ട് ഞാൻ വീടും പൂട്ടി ജനലൊക്കെ അടച്ച് പേടിച്ചാണ്. ഈ പൂവനിപ്പോ തിരക്കി നടക്കണം അവന്റെ ഭാര്യയിലെ കോഴികളെല്ലാം ബഹളം വെക്കിട്ടിട്ട് ഞാൻ വിചാരിച്ചത് കുരങ്ങനായിരിക്കും. പേടി കാരണം ഞാൻ പുറത്തിറങ്ങി. ഉമ്മയൊക്കെ ഒന്ന് കോഴിനെ നോക്കിയിട്ട് കോഴിനെ കാണാതായ കോഴിനെ അവിടെ അത്രയും തിരക്കി. അങ്ങനെ ഒരു കാട്ടിന്റെ ഇടയിൽ കൊണ്ടല്ലോ കോഴിക്ക് തലേ മാത്രമല്ല അതിന്റെ വയറൊക്കെ തുറന്നു. സർജറി പഠിച്ച കീരിയാണെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. നല്ല ക്ലിയർ ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് അത് ചോറ്. എന്തായാലും കോഴി ചത്തില്ല. ഇനി പറഞ്ഞിട്ട് കോഴിനെ കളയണം, വേണ്ടത് നമുക്ക് മന്തിയാക്കാം. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ഞാൻ പിന്നെ തുറന്ന പെടലിയൊക്കെ അടിയിട്ടൊന്നുമില്ല. സമയത്ത് പേടി കാരണം നമ്മൾ ഒതുങ്ങിക്കൂടരുത്. എങ്കിൽ അങ്ങനെ അതിദാരുണമായി ചത്ത കോഴിനെ വാപ്പ വീണ്ടും അതിദാരുണമായി പിച്ചു. ഞാൻ ഈ വോയിസ് ഇടുമ്പോ നിങ്ങൾ ഈ കേൾക്കണത് ഉമ്മയാണെങ്കിൽ കോഴി വെട്ടുന്ന ശബ്ദം. അപ്പോഴാണ് നഗ്നസത്യം നമുക്ക് മനസ്സിലായത്. കുറെ മുട്ട ഉണ്ടാകും. കാരണം ഈ വീട്ടിൽ എത്ര ദിവസം റേഷനാണ് പോയത്. എന്തായാലും ഞാൻ കാരണം ഇന്ന് ഈ വീട്ടിൽ 5 പേരുടെ വയറ് നിറയാൻ പോവാണ്. വേറെ ആരും അല്ല എന്റെ വീട്ടിലെ പൂച്ച. എനിക്കിപ്പോ നല്ല സംശയമുണ്ട്, ഈ കീരിയും പ്രേതം തമ്മിൽ എന്തെങ്കിലും ബന്ധം. എന്തായാലും എന്നെ കാരണം ആർക്കും ഒരു ഉപയോഗം ഇല്ല. ഫാമിലിയുടെ വയറ് നിറയല്ലോ. അപ്പൊ ഇന്ന് ഇത്രേ ഉള്ളൂ. ബൈ.